നമസ്കാരം, സ്വാഗതം. സകലമാന കേരളത്തിലേക്ക് പ്രധാന വാർത്തകൾ. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ വനം വകുപ്പ്. സീപ്ലെയിൻ ഇറങ്ങുന്ന മാട്ടുപ്പെട്ടി ഡാം കാട്ടാനകളെത്തുന്ന സ്ഥലം. പദ്ധതി ആനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമെന്നും ഡിഎഫ്ഒയുടെ കത്ത്. മനുഷ്യ വന്യജീവി സംഘർഷം കൂടുമെന്നും വനം വകുപ്പ്. കുട്ടനാട് സിപിഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി. എൽസി അംഗങ്ങളടക്കം 18 പേർ സിപിഐയിലേക്ക്. പ്രശ്നപരിഹാരത്തിനുള്ള നേതൃത്വത്തിന്റെ ശ്രമം പരാജയം. പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് കാട്ടാന. സ്കൂൾ വിദ്യാർത്ഥികൾക്കടുത്തേക്ക് പാഞ്ഞെടുത്തു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പാലക്കാട് ചൂടേറിയ ചർച്ചയായി കൽപ്പാത്തി തേരിനടിയിലെ ചെരുപ്പ് വിവാദം. ചെരുപ്പിട്ട് തേരുവലിച്ചത് വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തവരെന്ന് സി കൃഷ്ണകുമാർ. വിഷം ചീറ്റുന്നത് ബിജെപി നിർത്തണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അബദ്ധമാണ് പറ്റിയതെങ്കിൽ അപ്പോൾ തിരുത്തേണ്ടതായിരുന്നുവെന്ന് പി സരിൻ. വിശദമായി നോക്കാം. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ വനം വകുപ്പ്. സീപ്ലെയിൻ ഇറങ്ങുന്ന മാട്ടുപ്പെട്ടി ഡാം സ്ഥിരമായി കാട്ടാനകളെത്തുന്ന സ്ഥലമാണെന്നും ആനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്നും ഇടുക്കി ഡിഎഫ്ഒ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ നീക്കമിടയാക്കുമെന്നും കത്തിലുണ്ട്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസിലോട്ട് ഉടൻ തന്നെ എത്താം. എന്തായാലും നിലവിൽ ഇപ്പോൾ പറയുന്നത് സീപ്ലെയിൻ പദ്ധതിക്കെതിരെ വനം വകുപ്പ് കത്ത് നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സീപ്ലെയിൻ ഇറങ്ങുന്ന മാട്ടുപ്പെട്ടി ഡാം പരിസരത്ത് കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ അവിടെ പ്ലെയിൻ ഇറങ്ങുകയാണെങ്കിൽ അത് ആനകളുടെ സ്വൈര്യവിഹാരത്തിന് വലിയ തരത്തിൽ തടസ്സം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇടുക്കി ഡിഎഫ്ഒ ആണ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിൽ വിശദമായി കാര്യങ്ങൾ പരാമർശിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കാൻ നീക്കം ഇടയാക്കുമെന്നും പറയുന്നുണ്ട്. കാട്ടാനകൾ സ്ഥിരമായി വരുന്ന സ്ഥലമാണ്. ഇവിടെ സീപ്ലെയിൻ ഇറങ്ങുന്നത് ആനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ കത്തിൽ ഉന്നയിക്കുന്നത്. പ്രിൻസ് ജെയിംസിലേക്ക് എത്താം ഉടൻ തന്നെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സീപ്ലെയിൻ പദ്ധതിക്കെതിരെ വനം വകുപ്പിന്റെ കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. കാട്ടാനകൾ സ്ഥിരമായി വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ സീപ്ലെയിൻ ഇറങ്ങുന്നത് ഈ ആനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ ആനകൾ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തുടങ്ങിയ വിശദാംശങ്ങളാണ് കത്തിൽ പരാമർശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, ഈ സീപ്ലെയിനെതിരെ ഇപ്പോൾ വനം വകുപ്പ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. പ്രധാനമായും എന്തൊക്കെയാണ് ഈ കത്തിൽ പരാമർശിക്കുന്നത്? ഏതു തരത്തിലാണ് ഇത് ഈ സീപ്ലെയിൻ വനം വകുപ്പിന്റെ തരത്തിൽ വനം വകുപ്പിനെ അവിടുത്തെ കാട്ടാനകൾക്കൊക്കെ ദോഷകരമായി ബാധിക്കുന്നത്? പ്രിൻസ്, മാട്ടുപ്പെട്ടി അടക്കമുള്ള പ്രദേശങ്ങളിലെ വനമേഖലയോട് ചേർന്ന് വനമേഖലയിലെ കാട്ടാനകളുടെ സാന്നിധ്യം ഉന്നയിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ഇപ്പോൾ നിലവിൽ കത്ത് നൽകിയിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ജലാശയം ഉൾപ്പെടുന്ന പ്രദേശത്തോട് ചേർന്ന് 3 പ്രധാന ദേശീയോദ്യാനങ്ങളുണ്ട്. അതായത് പാമ്പാടും ചോള ദേശീയോദ്യാനം, രവികുളം ദേശീയോദ്യാനം, ഒപ്പം ദേശീയോദ്യാനം ഒക്കെ അടക്കമുള്ള ദേശീയോദ്യാനങ്ങൾ ഈ പ്രദേശത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം കുറിഞ്ഞിമല സാങ്ച്വറിയും സ്ഥിതി ചെയ്യുന്നു. ആനമുടി നാഷണൽ പാർക്കിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള എയർ ഡിസ്റ്റൻസ് ദൂരം എന്നൊക്കെ ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായി ഇവിടെ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായും പടയൊക്കെ അടക്കമുള്ള കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന ഒരു മേഖല കൂടിയാണ് മാട്ടുപ്പെട്ടി ജലാശയം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ജലാശയ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ സീപ്ലെയിനുകൾ ഈ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നാണ് കത്ത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടിയോട് ചേർന്ന് കിടക്കുന്ന മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പുൽമേടുകളിലും സ്ഥിരമായ ആനകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് കണക്കെടുക്കണം എന്ന് ഈ കത്തിൽ സൂചിപ്പിക്കുന്നു. സീപ്ലെയിൻ ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ ആനകൾക്ക് സ്വൈര്യവിഹാരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നു. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും കത്ത് സൂചിപ്പിക്കുന്നു. ഒപ്പം ഈ കത്തിൽ വന്യമൃഗ
മനുഷ്യ സംഘർഷം ഒഴിവാക്കാനുള്ള പദ്ധതികളും നടപ്പിലാക്കണമെന്ന് ശുപാർശയും നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതെന്നടക്കമുള്ള സൂചനകൾ, ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന സൂചനകൾ കൂടി ഈ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, അതായത് മാട്ടുപ്പെട്ടി ജലാശയത്തിൽ സീപ്ലൈൻ ഇറക്കുന്നതിന് മുന്നോടിയായാണ് ഈ 3 DFO ഈ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കൃത്യമായ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും പരിസ്ഥിതി സംഘടനകളും വനം വകുപ്പും ഒക്കെ ഈ സീപ്ലൈൻ പദ്ധതിക്കെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഒരു തുടർ നടപടികൾ എത്തരത്തിലാകും എന്നുള്ളത് സംബന്ധിച്ചും ആശങ്കകളുണ്ട്. മാട്ടുപ്പെട്ടി കൃത്യമായും ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ സ്ഥിരമായി എത്തുന്ന ഒരു ജലാശയമാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നു. കൃത്യമായും മാട്ടുപ്പെട്ടിയിൽ വലിയ തോതിൽ കാട്ടാനകൾ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. മാട്ടുപ്പെട്ടി ജലാശയത്തിന്റെ പുലർച്ചെയും വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും ഒക്കെ കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പുൽമേടുകളിൽ പകൽ സമയത്ത് പോലും കാട്ടാനകളെ കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കത്ത് അയച്ചു തന്നെ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വനം സംഘർഷം ഒഴിവാക്കണമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശരി പ്രിൻസ്, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടത്. ഇടുക്കി പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് കാട്ടാന ഇറങ്ങി. സ്കൂളിന് മുന്നിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് സമീപത്തേക്ക് കാട്ടാന പാഞ്ഞെടുത്തു. കുട്ടികൾ സ്കൂൾ വളപ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പീരുമേട് മരിയഗിരി സ്കൂളിന് മുൻപിലായിരുന്നു സംഭവം. ആന പിന്നീട് തട്ടാത്തിക്കാനം ഭാഗത്തെ യൂക്കാലിത്തോട്ടത്തിലേക്ക് പോവുകയായിരുന്നു. പ്രിൻസ് തുടരുന്നുണ്ട്. പ്രിൻസ്, ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു അപകടമില്ലാതെ കുട്ടികൾ 20ഓളം കുട്ടികൾ അവിടെ നിന്ന് അവർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. അത് വലിയ ദുരന്തത്തിന് ഇടയാക്കിയില്ല. എന്താണ് സംഭവിച്ചത്? ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിൽ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണോ ഇത്? തീർച്ചയായും വലിയ ആശ്വാസകരമായ കാര്യമായിരുന്നു നടന്ന കാട്ടാന ഓടിയെടുത്തെങ്കിൽ പോലും കുട്ടികൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടായി. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഈ സ്കൂളിന് സമീപത്തേക്ക് കാട്ടാനകൾ എത്തിയത്. 20ഓളം കുട്ടികൾ അടക്കമുള്ളവർ ഈ പ്രദേശത്തുണ്ടായിരുന്ന കുട്ടികൾ ബസ് കാത്തു നിർത്തിയായിരുന്നു. ഈ സമയത്താണ് സമീപ മേഖലയിൽ നിന്നും കാട്ടാന ഈ കുട്ടികളുടെ നേരെ പാഞ്ഞെടുത്തത്. എന്നാൽ ദിണ്ടിഗൽ ദേശീയപാതയിൽ നിരവധി വാഹനങ്ങളുള്ള ഒരു സമയം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ നിരവധി കടന്നു പോകുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് വളരെ വേഗത്തിലെത്തിയ ആന ഈ വാഹനങ്ങൾ കണ്ടതോടെ അല്പം പരിഭ്രാന്തം ആകുകയും വേഗത അല്പം കുറയുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വേഗത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത്. ചില കുട്ടികൾ സ്കൂൾ പരിസരത്തെ ഗേറ്റുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് നേരെ ഈ ആന പാഞ്ഞെടുത്ത് വലിയ ആശങ്കയോടാണ് നാട്ടുകാർ കാണുന്നത്. ഈ സമീപ മേഖലകളിലൊക്കെ കാട്ടാനകൾ ശല്യമുണ്ടെങ്കിൽ പോലും ഈ സ്കൂൾ പരിസരത്തൊന്നും ഇതിനു മുൻപ് കാട്ടാനകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ഒപ്പം പകൽ സമയത്താണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ടുപോകുന്ന സമയത്ത് കാട്ടാനയുടെ സാന്നിധ്യം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ജനവാസ മേഖലയിലേക്കൊക്കെ കാട്ടാന എത്താറുണ്ടെങ്കിലും രാത്രികാലങ്ങളിലും പുലർച്ചെയുമൊക്കെയാണ് കാട്ടാനകൾ എത്തുന്നത്. ഈ പകൽ സമയത്ത്, അതായത് കൃത്യമായ 5 മണിയൊക്കെ അനുബന്ധിച്ച സമയത്ത് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. എന്തായാലും വലിയ ഒരു ദുരന്തം ഉണ്ടാകാതെ കുട്ടികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കുട്ടികൾക്ക് ഓടി മാറാനുള്ള സമയം കിട്ടി. പ്രത്യേകിച്ചും വാഹനങ്ങൾ വന്നതുകൊണ്ട് കാട്ടാനയ്ക്ക് അല്പം വേഗത കുറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചത്, ഈ പ്രദേശത്ത് മാറാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ ഈ കാട്ടാന സമീപത്തെ യൂക്കാലി പ്ലാന്റേഷനിലേക്ക് മാറുകയായിരുന്നു ചെയ്തത്. ഇത് ജനവാസ മേഖലയോട് ചേർത്ത് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ പോലും വലിയ തോതിലുള്ള ആളുകൾ ഇല്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കയില്ലെങ്കിൽ പോലും ഈ ജനവാസ മേഖലയോട്, പ്രത്യേകിച്ചും സ്കൂളിനോട് പരിസരത്തോടൊക്കെ ആന എത്തിയത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാടിലെ CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPM അംഗങ്ങൾ പാർട്ടി വിട്ടു, CPI-യിൽ ചേർന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം 297 പേരാണ് കുട്ടനാട്ടിൽ CPM ബന്ധം ഉപേക്ഷിച്ച CPI-യിൽ ചേർന്നത്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലതവണ CPM നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും ഗുണം ചെയ്തില്ല. കഴിഞ്ഞ സമ്മേളന കാലത്ത് തുടങ്ങിയ വിഭാഗീയ നീക്കങ്ങൾ ഈ സമ്മേളന കാലയളവിലും CPM-നുള്ളിൽ കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏരിയ നേതൃത്വവുമായി കലഹിച്ച് പ്രവർത്തകർ പാർട്ടി വിട്ടപ്പോഴെല്ലാം സജി ചെറിയാനും R നാസറും ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചത്. കുട്ടനാട്ടിൽ കൊഴിഞ്ഞുപോക്ക് കൂടിയതല്ലാതെ ചർച്ചകളൊന്നും തന്നെ ഫലം കാണുന്നില്ല. നേരിന്റെ പാതയിലേക്ക് കടന്നുവന്ന സഖാക്കൾക്ക് സ്വാഗതമെന്നായിരുന്നു CPI വിട്ടുവന്ന പ്രവർത്തകർക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിലെ ബാനറിലെ വാചകം.
CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് തന്നെ മെമ്പർഷിപ്പ് നൽകി. LC അംഗവും വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഓമന പൊന്നപ്പൻ, CPM-ൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട മുൻ LC അംഗം AJ കുഞ്ഞുമോൻ, SFI മുൻ ഏരിയ സെക്രട്ടറിയും DYFI നേതാവുമായ മനു മോഹൻ എന്നിവരുൾപ്പെടെ 18 പാർട്ടി മെമ്പർമാരാണ് CPM വിട്ടത്. മുൻ CPM നേതാവും രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന R രാജേന്ദ്രകുമാറാണ് നീക്കത്തിന് പിന്നിൽ. കുട്ടനാട്ടിലെ വിവിധ പാർട്ടികളിൽ നിന്നും 25ഓളം പേരിന്ന് CPI-യിൽ ചേരുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയും ഒരു 25ഓളം പേര് പാർട്ടിയിൽ ചേരണം എന്ന ആവശ്യം ഉന്നയിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് അവരെ കൂടെ പാർട്ടി അംഗത്വം കൊടുത്ത് സ്വീകരിക്കും. CPM-ൽ നിന്ന് പുറത്താക്കിയതോടെ രാജേന്ദ്രകുമാർ 6 മാസങ്ങൾക്ക് മുമ്പാണ് CPI-ൽ ചേർന്നത്. നിലവിൽ CPI കുട്ടനാട് മണ്ഡലം സെക്രട്ടറിയാണ് രാജേന്ദ്രകുമാർ. പാർട്ടി മെമ്പർമാരുടെ എണ്ണം കൂടിയതോടെ കുട്ടനാട്ടിലുണ്ടായിരുന്ന CPI മണ്ഡലം കമ്മിറ്റി 2 ആക്കി. CPM ശക്തി കേന്ദ്രത്തിൽ സമ്മേളന കാലയളവിലെ പാർട്ടി മെമ്പർമാരുടെ കൊഴിഞ്ഞുപോക്ക് വീണ്ടും നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പാലക്കാട് ചൂടേറിയ ചർച്ചയായി കൽപ്പാത്തി തേരിനടിയിലെ ചെരുപ്പ് വിവാദം. ചെരുപ്പിട്ട് തേരു വലിച്ചത് വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തവരാണെന്ന് C കൃഷ്ണകുമാർ. കാശി വിശ്വനാഥ സ്വാമിയുടെ രഥം വലിക്കുന്ന സമയത്ത് എല്ലാവിധ ആചാരമര്യാദകളും പാലിച്ചുകൊണ്ടാണ് രഥം വലിക്കേണ്ടത്, തേര് വലിക്കേണ്ടത്. ചെരുപ്പ് ധരിക്കാൻ പാടില്ല, വ്രതശുദ്ധിയോടുകൂടിയിട്ട് വലിക്കണം, നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലും അറിയാതെ രഥം വലിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ സ്ഥാനാർത്ഥി ഒക്കെ വലിച്ചു എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു ആരോപണം? അല്ല, ഞാൻ വീഡിയോ ഇതിലാണ് കാണുന്നത്. ഞാൻ രഥം വലിക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഇതൊന്നും ആരും പാദരക്ഷ ഇട്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നതല്ല. വൈകിട്ട് ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ദൃശ്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെരുപ്പിട്ടിട്ട് രഥം വലിക്കുന്നത്. അത് ഇതിനെക്കുറിച്ച്, ഇതിന്റെ ആചാരങ്ങളെക്കുറിച്ചും ഇതിന്റെ രീതികളെക്കുറിച്ചൊന്നും തീർത്തും ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. വിഷം ചീറ്റുന്നത് BJP നിർത്തണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇല്ലാത്ത കുത്തിത്തിരിപ്പുകൾ, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. അത് പിന്നെ ഏതെങ്കിലും 1-2 പ്രവർത്തകർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിപ്പം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പം ബോധപൂർവ്വം ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ആരുടെയും അശ്രദ്ധ കൊണ്ടുണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ തേരിലും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിന്റെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണല്ലോ. അപ്പം നമ്മൾ ആളുകളുടെ കാലിലേക്ക് നോക്കി അവർ ചെരുപ്പിട്ടിട്ടുണ്ടോ, എന്തെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ ഞാൻ നോക്കിയിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ എന്തിലും നമ്മളിങ്ങനെ വിഷം ചെയ്യാനായിട്ട് നിൽക്കാതെ കാര്യങ്ങളെ പോസിറ്റീവായിട്ടും ഒരു മനുഷ്യത്വപരമായിട്ടും ഒക്കെ സമീപിക്കുന്നത് നന്നായിരിക്കും. അബദ്ധമാണ് പറ്റിയതെങ്കിൽ അപ്പോൾ തിരുത്തേണ്ടതായിരുന്നുവെന്ന് P സരിൻ. ഇതൊരു ആചാരമാണ്. ഞാനും ഓടി വന്നപ്പോൾ തേരിൽ വടത്തിൽ കൈവയ്ക്കും എന്റെ കാലിൽ ചെരുപ്പുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ ചെരുപ്പ് ഊരി എറിഞ്ഞിട്ട്, കാരണം അവിടെ എടുത്തു വെക്കാനൊന്നും സ്ഥലമില്ല. ചെരുപ്പ് പൊക്കോട്ടെ. നമ്മൾ ചെയ്യുന്നത് മര്യാദയ്ക്കും മാന്യതയ്ക്കും ആചാരത്തിനും അവിടുത്തെ ആളുകളെല്ലാം ഭക്തി പുരസരം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. അത് തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്ന് ഞാനും കേട്ടു. എനിക്കറിയില്ല. അപ്പൊ ഞാനതാ പറഞ്ഞു, നമുക്ക് ഒരു അബദ്ധം പറ്റാം. പെട്ടെന്നുള്ള ഒരു ശ്രദ്ധക്കുറവിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തിരുത്താനുള്ള അവസരമെങ്കിലും ഉണ്ടാവുമ്പോൾ അത് തിരുത്തണ്ടേ. ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടും അത് ചെയ്തില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടു. സ്വന്തം കാലിൽ ആളുകൾ ചവിട്ടുമോ എന്നുള്ള പേടിയോ, ഞാൻ എങ്ങനെയാ ചെരുപ്പിടാണ്ട്, അല്ലെങ്കിൽ എന്റെ ചെരുപ്പ് പോയാൽ എന്ത് എന്നുള്ള വിചാരമൊക്കെ കൊണ്ട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റുമോ? ജനങ്ങളോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം CHR കേസിൽ പോലും ലഭിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമ ഭേദഗതി പാസാക്കിയത്. പുതിയ നിയമപ്രകാരം 1996 മുൻപ് ഭൂമി കൈവശം വെച്ചിരുന്ന കർഷകർക്ക് പട്ടയത്തിന് അർഹതയുണ്ടാകും. ഇടുക്കിയിലെ ആയിരക്കണക്കിന് കർഷകർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ഇതിനായി ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. കേന്ദ്ര ഗവൺമെന്റിന് തങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്താനായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള
നടപടി സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തുറന്നു കാണിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരും ഇടപെടേണ്ട തങ്ങളുടെ ജീവനും സ്വത്തിനും തങ്ങളുടെ ഭൂമിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അത് ഈ CHR മേഖലയുടെ ആ പിടിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇടുക്കിയിൽ കൃഷിയിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. മറയൂരിൽ 3 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 6 ഏക്കർ ഭൂമിയിൽ 2500ഓളം കവുങ്ങ് മരങ്ങൾ വെട്ടിനശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. ഡേവിസ്, സൈമൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ ഭൂമിയിൽ നിന്നും അയൽവാസിയായ രാജുവിന്റെ 1 ഏക്കർ ഭൂമിയിൽ നിന്നുമാണ് കവുങ്ങുകൾ വെട്ടിയത്. അവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവർ ആർക്കും ശല്യം ഉണ്ടാക്കാറില്ല. ഇവിടെ ഇത്രയും ആദായം നശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജന്മത്തെ ഉള്ളവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഇതുങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇതിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എൻ്റെ പറമ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഇതുങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നശിപ്പിച്ചു. 2 മുതൽ 5 വർഷം വരെ പ്രായമുള്ള കവുങ്ങുകളാണ് വെട്ടിയത്. മറ്റു കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. കള്ളന്മാരാ കഴിഞ്ഞ പ്രാവശ്യം അടയ്ക്കാവേണ്ട കള്ളന്മാരാ വൈരാഗ്യത്തിൻ്റെ പുറത്തിൽ ഇത് ചെയ്തു. അടയ്ക്ക തൈ മൊത്തം വെട്ടി നശിപ്പിച്ചിട്ടാണ് പോവാ. നേരത്തെ ഇവിടെ നിന്നും അടയ്ക്ക മോഷണം പോയിരുന്നു. സംഭവത്തിൽ മോഷ്ടാക്കളെ പിടികൂടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കവുങ്ങുകൾ വെട്ടിയതെന്നാണ് കർഷകരുടെ ആരോപണം. അടയ്ക്ക കെട്ട ഒരു മോഷണാവിനെ ഞങ്ങൾ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാണ്. ആ വൈരാഗ്യത്തിന് എൻ്റെ ഒരു 1500 കമുകും തൈകൾ 2-3 വർഷമായ തൈകൾ വെട്ടി നശിപ്പിച്ച് ഇട്ടേക്കുവാണ്. എൻ്റെ പോലീസിൽ ഞങ്ങൾ കാലത്ത് ഒന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിക്കാൻ കാലത്ത് വന്നിട്ട് പോയിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കുന്നതാണ് തോന്നുന്നത്. മറയൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. ഇന്ന് ശിശുദിനമാണ്. മാന്ത്രിക വിരലുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്നൊരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. ബലൂൺ ആർട്ടിലും ജാലവിദ്യയിലുമൊക്കെ കഴിവുള്ളൊരു കൊച്ചുമിടുക്കി. അമ്മയുടെ പ്രചോദനവും സ്വന്തം കരവിരുതിലെ മാന്ത്രികതയും കൊണ്ട് ഈ 6ാം ക്ലാസ്സുകാരി സ്വന്തം പേരിൽ കുറിച്ച റെക്കോർഡുകളും നിരവധിയാണ്. ആ കുഞ്ഞിനെ പരിചയപ്പെടാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു വലിയ കുട്ടിത്താരമാണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ജാലവിദ്യകളിലൂടെ മലയാളികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് ജ്വാല. ഹലോ. ഹായ്. ജ്വാലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഈ മാജിക്ക് അതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? ഞാൻ ചെറുപ്പം തൊട്ട് അച്ഛൻ കണ്ട് ഞാൻ വളർന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്രേസ് വന്ന് ഞാൻ പഠിച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു നിലയിൽ. നമുക്ക് ആദ്യം തന്നെ ഒരു നല്ല മാജിക് കണ്ട് തുടങ്ങിയാലോ? എന്ത് മാജിക് കാണിക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്കിത് ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നമുക്ക് ചെറിയൊരു മാജിക് കാണാം എന്തായാലും. ഓക്കെ, ശരി. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇല്ല, എം ടി ആണല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോ. ഓക്കെ, എന്നിട്ട് ഇതിന് ജസ്റ്റ് കൈ നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണം കേട്ടോ. ഓക്കെ, ഒന്ന് കണ്ണുറന്നു. അടിപൊളി. ആദ്യം ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പം എന്തോ വന്നേക്കുന്നത്? ഒരു ഗ്രീൻ സിൽക്ക് അല്ലേ? അപ്പം ഈ ചില്ലറക്കാരിയല്ല, 2.5 വയസ്സിൽ ഗ്ലോബൽ റെക്കോർഡിലൊക്കെ ഇടം പിടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതെ അതെ. അതെങ്ങനെയായിരുന്നു? അതെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് അമ്മ കണ്ട് ഇത് കണക്ക് തന്നെ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ബലൂൺ ചെയ്ത് പഠിച്ചതാണ്. അപ്പം ഒരു സമയമായപ്പം കയ്യിലത് എടുത്ത് ചെയ്ത് നോക്കി, സംഭവം സക്സസ് ആയി. അപ്പോൾ ഇങ്ങനെ GRRF എന്ന് പറഞ്ഞ ഇവർ എനിക്ക് യങ്ങസ്റ്റ് ബലൂൺ ആർട്ടിസ്റ്റിൻ്റെ ഒരു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അടുത്ത എന്ത് മാജിക്കാ? എല്ലാ കുട്ടികളും കളറിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? കളർ അടിക്കാത്ത ആരും ഉണ്ടാകത്തില്ല ഈ ലോകത്ത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കളറിംഗ് ബുക്കിൻ്റെ ഒരു ഇതാക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ, എം ടി ആണല്ലോ. നമുക്കിന്ന് ജസ്റ്റ് ചിത്രം വരയ്ക്കും. ഒരു ചിത്രം വരച്ചു, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വരച്ചോളൂ. ഓക്കെ, ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതിൽ എന്ത് ചിത്രം നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ വരച്ച ചിത്രം തന്നെ വരണമെന്നില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. ചിത്രം ഇങ്ങനെയാണോ ഒരു ഭംഗിയില്ലല്ലേ? ഒരു എം ടി ആണിത്. നമുക്ക് ജസ്റ്റ് കളർ അടിക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു കളർ അടിച്ചോളൂ. എന്ത് വേണമെങ്കിൽ അടിക്കാം, എങ്ങനെ വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ ഈ ഇപ്പോൾ മാജിക് ഷോ ചെയ്യുന്നു, അപ്പം തന്നെ ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ അമ്മ വലിയൊരു സ്ട്രെങ്ത് അല്ലേ? അമ്മയാണ് എൻ്റെ ഒരു ഗുരു എന്ന് പറയുമ്പോൾ. അതെ, അപ്പോൾ നമുക്ക് അമ്മേനെ കൂടി വിളിച്ചാലോ? അമ്മയും ചില്ലറക്കാരിയല്ല, ബലൂൺ ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ അമ്മയുടെ ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കൂടി വിളിക്കാം. ഓക്കെ.
ജ്വാലേനെ പോലെ തന്നെ അമ്മേനെയും പ്രത്യേകിച്ച് ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബലൂൺ ആർട്ടിസ്റ്റ് ഷിജിന എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേച്ചി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെറുതായിരിക്കുമ്പോൾ ചേച്ചിയുടെ ഷോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബലൂൺ ആർട്ടിസ്റ്റ് നമ്മൾ പൊതുവേ കണ്ടുവരാത്ത ഒരു മേഖലയാണല്ലോ, അതിലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കളർഫുള്ളായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു തോട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നീട് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത്, കാരണം എവിടെയും പോയി പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ല, കാരണം അറിയാലോ ബലൂൺ ആർട്ട് ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ ആ സമയത്ത് ഒരു ജയ മാം ഉണ്ടായിരുന്നു, ഷാഡോഗ്രാഫറാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നീടെല്ലാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നും കൂടി കണ്ടുപിടിക്കുക, അമ്മയാണോ മകളാണോ ഏറ്റവും? അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവൾ പകുതി ചെയ്തു, അതിൻ്റെ ബാക്കി ഒരു പാർട്ട് അവളും ഒരു പാർട്ട് ഞാനുമായിട്ട് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കിയപ്പോഴാണ് ഒരു ഐറ്റം വന്നത്. നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ജ്വാലക്കുട്ടിയും അമ്മ ഷിജിനെയാണ് നമ്മുടെ ഇപ്പോൾ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. എനിക്കെന്തായാലും കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഓൾ ദി ബെസ്റ്റ്, വെരി ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം, സ്നേഹം നമ്മുടെ ഇപ്പോൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ആഴ്ചത്തിൽ ഷംന, ന്യൂസ് 18. യെസ്, ഇപ്പോൾ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജ് മാധ്യമങ്ങളെ കടന്നു വന്നിരിക്കും. वक्फ का नोटिस आया कई लोगों को, बाकी लोगों को कुछ टैक्स भरने गए तो ये वक्फ भूमि है ऐसे बोल रही है. इधर का लोगों को लोन नहीं मिल रही है, सरकार का कुछ मदद नहीं मिल रहे हैं क्योंकि ये वक्फ भूमि हो गई है. 2 साल पहले ये लोग, उसका एंसेस्टर्स, ये भूमि को खरीदा है. फिर मैंने सरकार को पूछना चाहती, ये वक्फ भूमि कैसे हो गया? केरल सरकार क्या कर रहे है? मेरे घर गई, बहुत सारे ये जमीन घर महिला का नाम में था, बहुत बुढ़े हैं, बीमारी है, पैरालिसिस हो गए, हार्ट का समस्या है. फिर भी केरल सरकार का एक मंत्री भी इधर सुनने के लिए नहीं आया, सांसद नहीं आया, एमएलए नहीं आया. क्यों? चर्च का नेतृत्व में इधर लड़ रहे लोग, फादर्स, चर्च का फादर्स मदद दे रहे हैं, उसके साथ खड़े हैं. हमारे देश में वक्फ कानून बनने के बाद 1995 में एक खतरनाक कानून हमारे देश में बना. इसके तहत कोई ये वक्फ का लैंड है ऐसा मन में हुआ, वो वक्फ हो सकती है. इफ ही बिलीव्स दैट, देन इट इज वक्फ लैंड. सेक्शन 83 में वक्फ का ट्रिब्यूनल बनाया. सेक्शन 85 में सिविल कोर्ट को बैन किया, बार किया. अभी हम लैंड लिटिगेशन के लिए सामान्य लोग किधर जाते हैं? एसी के पास जाते हैं, डिस्ट्रिक्ट कमिश्नर के पास जाते हैं, लोअर कोर्ट में जाते हैं, हाई कोर्ट में जाते हैं, सुप्रीम कोर्ट में जाते हैं, लैंड लिटिगेशन लेके जाते हैं. बट कोई तो वक्फ का नाम दिया उसको, हम सिविल कोर्ट में नहीं जा सकते हैं. केवल वक्फ का ट्रिब्यूनल में जाना. उधर कौन लोग होते हैं? मुसलमान लोग होते हैं. नोटिस देने वाले भी वही है एंड सुनवाई करने वाले भी वही है. हमको कैसे न्याय मिलेगा? ये हमारा प्रश्न है.
इसके कारण इधर का मछुआरे को भी अभी नोटिस मिला, उसका कोई सरकार का फायदा नहीं मिलेगा। सब वकफ लैंड हो गई है, खुद खरीद लिया लैंड, जमीन वकफ है। മുനമ്പം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. ഫോർട്ട് കൊച്ചിയിൽ തകർന്നു കിടന്ന ഓടയിൽ വീണ് വിദേശ സഞ്ചാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന് ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞയാഴ്ചയാണ് പുതുക്കി പണിയാനായി തുറന്നിട്ടിരുന്ന കാനയിൽ വീണ് ഫ്രഞ്ച് പൌരന്റെ തുടയിൽ പൊട്ടിയത്. കോതമംഗലം PV തമ്പി എൻഡോമെന്റ് അവാർഡ് തട്ടേക്കാട് സ്വദേശിനിയും ഗൈഡുമായ സുധാമയ്ക്ക്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പക്ഷി നിരീക്ഷണവുമായി 1/4 നൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന ജീവനക്കാരിയാണ് സുധാമ. പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ R സുഗതൻ അവാർഡ് കൈമാറി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഡോക്ടർ CG ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗതാരം നെല്ലിക്കുഴി സ്വദേശി അൻസ്വ K അഷ്റഫിന് ആദരം. ആന്റണി ജോൺ MLA വീട്ടിലെത്തി അനുമോദിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB ജമാൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ഓയൂരിൽ വീടിനുള്ളിൽ നിന്നും 400 ലിറ്റർ കോടയും ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റിൽ. തുളസീധരനാണ് പിടിയിലായത്. വീടിന്റെ ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണിയിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. ശുചിമുറിയിൽ നിന്ന് 1 ലിറ്റർ ചാരായവും പിടികൂടി. കൃത്രിമ പാരുകൾ സ്ഥാപിച്ച് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടനം. കേരളത്തിന്റെ തീരക്കടലിൽ സുസ്ഥിര മത്സ്യബന്ധനവും മെച്ചപ്പെട്ട ജീവനോപാധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പദ്ധതി. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ നടന്ന പരിപാടിയിൽ സിൽവർ പൊമ്പാനോ ഇനത്തിൽപ്പെട്ട 22,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കടലിൽ നിക്ഷേപിച്ചത്. പാണക്കാട് ഖാസി ഫൌണ്ടേഷൻ ജില്ലാ നേതൃസംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പി കൊപ്പത്ത് നടന്ന സംഘവും പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പേരെത്തി. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇടവേളയ്ക്ക് ശേഷം കാണാം ഫാസ്റ്റ് ന്യൂസ്. നമസ്കാരം.